ഇന്നലെ എപ്പോഴാണ് അങ്ങോട്ട് പോയി? എന്താ സംഭവം? ഇന്നലെ ഞങ്ങൾ ഫീൽഡിൽ പണിക്ക് പോകുമ്പോൾ കാട് ഇങ്ങനെ ലൈനിൽ കൂടി ഇങ്ങനെ വെട്ടി പോകുമ്പോൾ ഇത് സംഭവം ഇങ്ങനെ ഒരു വയറ് കണ്ട്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ സംശയം കൊണ്ട് പൊക്കി നോക്കുമ്പോൾ ഇങ്ങനെ സംഭവം വയറിങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് സംഭവം ഇങ്ങനെ ലൈനിൻ്റെ തൊട്ടടുത്ത് ഫെൻസിങ്ങിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കുഴി കാണാനിടയായതും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഞങ്ങളത് കമ്പ് അത് ഒന്ന് തോണ്ടിങ്ങനെ നോക്കുമ്പോൾ സംഭവം അതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് രീതിയിൽ ഒരു സ്റ്റീലിൻ്റെ മോഡൽ ഇങ്ങനെ അതിൻ്റെ അകത്ത് കണ്ടത്. ഞങ്ങൾ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച് അവർ വന്ന് പരിശോധിച്ച്. ഈ ഒരു കുഴിയിൽ ഒരു വയറ് മാത്രം ഇട്ടിട്ട് ഒരു സ്പ്രിങ്ങും അങ്ങനെയൊക്കെയുള്ള സാധനമാണ്, അതോ വയറ് നീളത്തിൽ വലിച്ചിട്ട്? വയറ് നീളത്തിൽ വലിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഈ ലൈനിൻ്റെ പുറത്തേക്ക് മുകളിലോട്ട് ഒരു 10-25 മീറ്റർ വയറ് മുകളിലോട്ടൊക്കെ വലിച്ചിട്ടുണ്ട്. കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയം തോന്നി? കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സംശയം തോന്നി. അങ്ങനെയാണ് ഞങ്ങളത് വിശദമായിട്ടൊന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ സംഭവം ഉള്ളത്. ബോംബാണോ എന്താന്നുള്ളത് അറിയില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുമല്ലേ. അങ്ങനെ ഞങ്ങൾ വേണ്ടപ്പെട്ട ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരൊക്കെ അറിയിച്ച് അങ്ങനെ അവരൊക്കെ വന്ന് നോക്കി. അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രേ വാച്ചർമാരായിട്ടുള്ള നിങ്ങൾ ജോലി ചെയ്യുന്ന? അതെ ഫെൻസിങ്ങിൻ്റെ ഇടയ്ക്കാണ് ഈ സംഭവം. ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം? അതെ നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സ്ഥലമാണ് ഇത്. ഈ മേലെ തലപ്പുഴ കോളനി ഏരിയ കംപ്ലീറ്റ്. നിങ്ങൾ വിവരം അറിയിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് പോലീസിലെത്താൻ പറ്റി? അതെ അതെ സ്റ്റാഫ് ഞങ്ങളല്ല, സ്റ്റാഫ് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ച് അങ്ങനെ അവരെല്ലാം എത്തി.